നമസ്കാരം, എൻ്റെ പേര് ക്ലിഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസബിലിറ്റി വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ HIV ബാധിച്ചിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. എനിക്കൊന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി ഇൻഷുറൻസ് പറ്റി വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്, ഒത്തിരി മെസ്സേജ് അയക്കാറുണ്ട്. സാർ, എനിക്കൊരു ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. പലപ്പോഴും അങ്ങനെയൊക്കെ ഇടുമെങ്കിലും ചില സമയം എനിക്ക് ചില വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സാർ, എനിക്ക് ഡിസബിലിറ്റി ഉണ്ട്, ഒരു 40% ഡിസബിലിറ്റി ഉണ്ട്, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ സാർ, എനിക്കൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട് എൻ്റെ വൈഫിന്, അപ്പോൾ പോളിസി എടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോളിസി എടുക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തില് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു, എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതൊരു ബിസിനസ്സാണ്. പക്ഷെ മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതും അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അത്തരത്തില് ഞാൻ ഇങ്ങനെയൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു പോളിസി പറ്റി അറിയാനായിട്ട് ഇടയായി. വേറൊന്നല്ല, നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ദിവ്യാഞ്ജൻ സഞ്ജീവനി പോളിസിനെ പറ്റിയിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലൊരു എനിക്ക് തോന്നുന്നൊരു 21ഓളം ഡിസബിലിറ്റി അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മികച്ചൊരു പോളിസിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാം. ഇത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവ്യാഞ്ജൻ സഞ്ജീവനി പോളിസി എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. പ്രത്യേകിച്ചും 3 തരത്തിലുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പോളിസിയാണിത്. ഒന്ന് ഡിസബിലിറ്റി ഉള്ളവർക്ക്, പിന്നെ അതുപോലെ തന്നെ HIV ബാധിച്ചിട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പോളിസിയാണ്. അതേപോലെ തന്നെ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർക്ക്, മെന്റൽ ഇൽനെസ് ഒക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ പോളിസിയാണിത്. ഇതിലവരൊരു എനിക്ക് തോന്നുന്നു 21 ഡിസീസ് ലീസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കും. ഇതില് ബ്ലൈൻഡ്നസ്, ലോ വിഷൻ, ലെപ്രസി, ആസിഡ് അറ്റാക്ക് വിക്ടീംസ്, പാർക്കിൻസൺ ഡിസീസ്, അങ്ങനെ 21 ഡിസീസ് ലീസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. ഈ പോളിസിയുടെ സം ഇൻഷുർഡ് പറ്റി പറയുകയാണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷമാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ഇൻഡിവിജ്വൽ ബേസിസിലാണ് ഈ ഒരു പോളിസി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഇതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ HIV ബാധിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പോളിസിയാണ്. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഈ ഒരു പോളിസി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏജ് ബാൻഡ് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കുട്ടികളായിട്ടുള്ളവർക്കാണ് ന്യൂബോൺ ബേബി മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമുക്കൊരു 24 മണിക്കൂർ ഈ ഒരു അഡ്മിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സാധാരണ ഇൻഷുറൻസിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഡേ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അസുഖങ്ങൾക്കൊന്നും 24 മണിക്കൂർ ആവശ്യമില്ലാത്ത കുറെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവാം. അപ്പോൾ സാധാരണ ഇൻഷുറൻസ് ഉള്ള പോലെ തന്നെ ഇതിലും ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 30 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 60 ദിവസത്തെ ബില്ലുകളൊക്കെ ഈ ഇൻഷുറൻസ് വഴി നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂം റെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ റൂം റെന്റിന് വരുന്നത് 1% ഓഫ് ദി സം ഇൻഷുർഡ് ആണ്. നമുക്ക് 1% ആണ് നമുക്ക് റൂം റെന്റ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ICU ആണെങ്കിൽ 2% നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു 5 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ നമുക്കൊരു 5000 വരെ പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാം. ICUക്ക് ആണെങ്കിൽ 10,000 രൂപ വരെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് പെർ ഡേ. അതുപോലെ തന്നെ കേട്രാറ്റിന് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 40,000 വരെയാണ് ഇതിൽ കൊടുക്കുന്നത്. മോഡേൺ ട്രീറ്റ്മെന്റുകൾ കവർ ചെയ്യുന്നുണ്ട്. മോഡേൺ ട്രീറ്റ്മെന്റുകൾക്ക് നമുക്കൊരു 50% വരെ കവർ ചെയ്ത് ഈ ഒരു പോളിസിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി ആംബുലൻസ്, ഹോസ്പിറ്റൽ ആംബുലൻസ് എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. 2,000 പെർ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെന്റ്, ആയുഷ് എന്ന് പറഞ്ഞാൽ യുനാനി, സിദ്ധ, ആയുർവേദ ഇതുപോലെയുള്ള തുടങ്ങിയ ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ആയുഷിൽ, അതും കവർ ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, നമുക്കറിയാം ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ് നമുക്ക്. ഇതിൽ വരാണെങ്കിൽ നമുക്ക് ഇതിൽ 24 പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് നമുക്കിതിൽ 48 മാസമാണ് അവർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് ഇപ്പോൾ നമുക്ക് സാധാരണ ഇൻഷുറൻസ് ഉള്ള പോലെ തന്നെ ചില അസുഖങ്ങൾക്കൊക്കെ ഇപ്പോൾ പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണിങ്ങൾ, ചില അസുഖങ്ങൾക്കൊക്കെ 24 മാസം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇതിലും ബാധകമാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ കോപ്പേമെന്റ്. ഈ പോളിസിയിൽ നമുക്ക് 20% കോപ്പേമെന്റ് ഉണ്ടാവും. ഒരു 100 രൂപ ചെലവായിട്ടുണ്ടെങ്കിൽ അതിലൊരു 80 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. ഒരു 20 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അതായത് 20% കോപ്പേമെന്റ് ഈ ഒരു പോളിസിയിൽ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതിന്റെ പ്രീമിയത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ ചാർട്ട് തന്നിട്ടുണ്ട്.
അപ്പൊ അതിൽ 5 കാറ്റഗറി ആയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരോ ഡിസീസ് വൈസ് ഇത് ഞാൻ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ. അപ്പൊ ആ ഒരു 5 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ 5 കാറ്റഗറിക്കും ഡിഫറെന്റ് പ്രൈസ് ആണ് വരുന്നത്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഇപ്പോൾ ഈ ഒരു ബ്രോഷറിൽ കാണാൻ പറ്റും 1, 2, 3, 4, 5 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് വരുന്ന പ്രീമിയത്തിന്റെ ചാർട്ടാണ് വരുന്നത്. ഇപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 31 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ ഒരു HIV ബാധിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ സെർബൽ പാൾസി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വരുന്ന പ്രീമിയം 28,643 രൂപയാണ്. ഇത് വിത്ത് GST ഇല്ലാത്ത പ്രീമിയം ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ GST കൂടി ഒരു 15% GST ആഡ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോഡിംഗ് ചാർജ് ഉണ്ടാവും. 16% വരുന്നുണ്ട്. നമ്മൾ പറയുന്ന ഡിസീസിനനുസരിച്ച് 16% എക്സ്ട്രാ ലോഡിംഗ് ചാർജ് ഉണ്ടാവും നമുക്ക്. അത് ലോഡിംഗ് ചാർജ് നമുക്ക് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ഇയർ മാത്രം. പിന്നീട് അങ്ങോട്ട് ലോഡിംഗ് ചാർജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു 20% കോ പേയ്മെന്റ് പറയുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി. സോ എനിവേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു പോളിസിയാണ്. സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നോർമൽ പോളിസികൾ കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും തയ്യാറാവാറില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു പോളിസി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു പോളിസി പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ അടുത്തൊക്കെ ഒത്തിരി നാഷണൽ ഇൻഷുറൻസിന്റെ ഓഫീസുകൾ ഉണ്ടാവാം. അപ്പൊ അവിടെ പോയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയൊക്കെ പോളിസി എടുക്കാനായിട്ടൊക്കെ സാധിക്കും. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.